നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. എന്താണ് ഷാഫി പറമ്പിലും വി ഡി സതീശനും ഇത്ര അകലാൻ കാരണം? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വി ഡി സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഏറ്റവും അധികം ചരട് വലിച്ചയാളാണ് ഷാഫി പറമ്പിൽ. ചരട് വലിച്ചു എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശത്തെ പുല്ലുപോലെ അവഗണിച്ചുകൊണ്ട് വി ഡി സതീശനൊപ്പം നിന്നയാളാണ് ഷാഫി പറമ്പിൽ. ഒരുപക്ഷെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാകാൻ ഏറ്റവും അധികം സഹായകമായത് ഷാഫി പറമ്പിലിൻ്റെ ഈ നിലപാടായിരുന്നത്രേ. ഉമ്മൻചാണ്ടി പറഞ്ഞത് രമേശ് ചെന്നിത്തല വീണ്ടും പ്രതിപക്ഷ നേതാവാകട്ടെ, തൻ്റെ നോമിനിയായ കെ സി ജോസഫ് KPCC പ്രസിഡന്റ് ആകട്ടെ എന്നായിരുന്നു. എന്നാൽ അപ്പോഴേക്കും രോഗം മൂലം ക്ഷീണിതനായ ഉമ്മൻചാണ്ടിയെ കാണാൻ പോലും കൂട്ടാക്കാതെ, അദ്ദേഹത്തിൻ്റെ ഫോൺ പോലും എടുക്കാതെ ഷാഫി പറമ്പിൽ വി ഡി സതീശന് പിന്തുണ പ്രഖ്യാപിച്ചു. ഷാഫി പറമ്പിലിൻ്റെ ഈ അകമഴിഞ്ഞ പിന്തുണയാണ് വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയതെന്ന് കോൺഗ്രസിൽ നിന്നും അന്നേ പലരും പറഞ്ഞിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ശിഷ്യനായി രാഷ്ട്രീയത്തിൽ അദ്ദേഹം കൈപിടിച്ചുയർത്തിയ ഷാഫി പറമ്പിൽ തനിക്കെതിരെ തിരിഞ്ഞത് ഉമ്മൻചാണ്ടിക്ക് വലിയ ഹൃദയവേദന ഉണ്ടാക്കിയിരുന്നു. ഇത് അദ്ദേഹം തൻ്റെ കുടുംബാംഗങ്ങളുമായി പങ്കുവെക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ അതിശക്തമായ നിലപാട് ഇപ്പോഴും ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലിനും എതിരെ എടുക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കാര്യമായ പ്രവർത്തനത്തിനൊന്നും ചാണ്ടി ഉമ്മൻ പോകാതിരുന്നതും, എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ശക്തിയായ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തതും ഇതുമൂലമാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഉമ്മൻചാണ്ടി പറഞ്ഞ വാക്കിനെ തള്ളി അവഗണിച്ച് അദ്ദേഹത്തിന് പുല്ലുവില നൽകി വി ഡി സതീശനൊപ്പം നിന്നയാളാണ് ഷാഫി പറമ്പിൽ. എന്നാൽ ഇപ്പോൾ ഷാഫിയും വി ഡി സതീശനും തമ്മിൽ അകന്നുവെന്ന്, ഇനി ഒരിക്കലും ചേരാനാകാത്ത വിധം അകന്നുവെന്ന് കോൺഗ്രസിൽ സംസാരമല്ല, അതാണ് സത്യമെന്ന് പല കോൺഗ്രസ് നേതാക്കളും പറയുന്നു. എന്താണ് അതിന് കാരണം? രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലിനും വി ഡി സതീശനോടുണ്ടായിരുന്ന വിശ്വസ്തതയിൽ അല്പം കുറവ് വന്നുവെന്ന് സതീശന് തോന്നിത്തുടങ്ങി എന്നാണ് പറയപ്പെടുന്നത്. കാരണം KPCC അധ്യക്ഷനാകാൻ ഷാഫി പറമ്പിൽ ചില നീക്കങ്ങൾ നടത്തി. ആ നീക്കങ്ങൾക്കായി അദ്ദേഹം സാക്ഷാൽ പ്രിയങ്ക ഗാന്ധിയെ തന്നെ ശരണം പ്രാപിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ പിന്തുണയോടെ KPCC അധ്യക്ഷനായി വരാൻ ഷാഫി പറമ്പിൽ ചില കരുനീക്കങ്ങൾ നടത്തി. KC വേണുഗോപാലിൻ്റെ പിന്തുണയും ഈ നീക്കങ്ങൾക്ക് ഉണ്ടായിരുന്നു അത്രേ. ഇത് മുൻകൂട്ടി കണ്ടറിഞ്ഞ വി ഡി സതീശൻ ആ നീക്കം വെട്ടി. KPCC അധ്യക്ഷനായി ഷാഫി പറമ്പിൽ വന്നാൽ അത് തനിക്ക് വലിയൊരു ഭീഷണിയാകുമെന്ന സതീശൻ തിരിച്ചറിഞ്ഞു. തൻ്റെ കീഴിൽ എക്കാലവും നിൽക്കുമെന്ന് വിചാരിച്ച ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും തൻ്റെ തലയ്ക്ക് മീതെ ഉയരുന്നതായി വി ഡി സതീശൻ മനസ്സിലാക്കിയത്രേ. ഇതാണ് അദ്ദേഹം ഷാഫിയെ വെട്ടി നിലത്തിടാൻ കാരണം. ഷാഫിയെ വെട്ടണമെങ്കിൽ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെട്ടണമെന്ന് സതീശന് നന്നായി അറിയാം. അങ്ങനെയാണ് അദ്ദേഹം രാഹുലിനെ വെട്ടിയതെന്നാണ് ഷാഫിയുടെ ചില ശിങ്കിടികൾ പറഞ്ഞു നടക്കുന്നത്. ഏതായാലും ഷാഫി പറമ്പിലും വി ഡി സതീശനും തമ്മിൽ വളരെ ശക്തിയായി തന്നെ, വളരെ ആഴത്തിൽ തന്നെ അകന്നു കഴിഞ്ഞു. ഇനി ഒരിക്കലും അവർ തമ്മിൽ അടുക്കുകയില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇനി ഷാഫി മത്സരിക്കാനിരിക്കാനുള്ള നീക്കവും വി ഡി സതീശൻ നടത്തിയത്രേ. ഇതോടെ ഷാഫിക്ക് ഇനി വടകര വിട്ടുപോരാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ ഇനി മത്സരിക്കുമോ ഇല്ലയോ എന്ന് ആർക്കും പറയാൻ പറ്റാത്ത സ്ഥിതിയുമായി. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലൂടെ വി ഡി സതീശൻ ചെയ്തത് ഷാഫിയുടെ ചിറക് അരിയുക എന്നതായിരുന്നു. അങ്ങനെ ഷാഫിയുടെ ചിറകരിഞ്ഞ് അദ്ദേഹത്തെ നിരായുധനാക്കി ഒറ്റയ്ക്ക് നേരിട്ട് വടകരയിൽ തളച്ചിടാനാണ് വി ഡി സതീശൻ ശ്രമിച്ചതത്രേ. KPCC അധ്യക്ഷനാകാനുള്ള ഷാഫി പറമ്പിലിൻ്റെ ശ്രമം സതീശനെ നന്നായി ചൊടിപ്പിച്ചു അത്രേ. ആ ദേഷ്യമാണ് തൻ്റെ മുകളിൽ കടന്നു വരാനുള്ള ഷാഫി പറമ്പിലിൻ്റെ ആ തന്ത്രത്തെ സതീശൻ തകർത്തതാണ് ഇവർ തമ്മിൽ ഇനിയും അടുക്കാനാവാത്ത വിധം അകന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. അങ്ങനെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം വീണ്ടും ചൂടുപിടിച്ചത്. നേരത്തെ ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നിട്ട് അത് ഒന്നുമാകാതെ പോവുകയായിരുന്നു. അപ്പോഴാണ് ഒരു പുതിയ സിനിമ നടി രംഗത്ത് വരികയും ആരോപണം ആവർത്തിക്കുകയും ചെയ്തത്. ഏതായാലും വി ഡി സതീശനും ഷാഫി പറമ്പിലും തമ്മിൽ വലിയ ശക്തിയായി തന്നെ, വലിയ വ്യാപ്തിയിൽ, ആഴത്തിൽ അവർ അകന്നു കഴിഞ്ഞു. ഒരുപക്ഷെ പരസ്പരം സംസാരിക്കാൻ പോലും കഴിയാത്ത വിധം.